ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഒരു ടോണിക്കാണ്. അത് ചെടികളിൽ പൂക്കൾ ഉണ്ടാവാനും അതുപോലെ തന്നെ നല്ല വലിപ്പത്തിൽ ഉണ്ടാവാനും പൊട്ടാഷ് അടങ്ങിയ ഒരു വളമാണത്. നമുക്ക് പുറത്തുനിന്നൊന്നും വാങ്ങണ്ട. ഈ ഒരു വളം ഒന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് ചേർക്കാം. നല്ലോണം പൂക്കളുണ്ടാവും. ഇതുപോലെ നമ്മുടെ ചെടിയുടെ കടയ്ക്കൊന്ന് ഈ ഒരാഴ്ച കൂടുമ്പോൾ ഒന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. പുതുമഴ പെയ്യുമ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഈ ലില്ലി ഉണ്ടെങ്കിൽ ഇതുപോലെ പൂക്കൾ കൊല്ലയായിട്ടുണ്ടാവും. അതായത് ഇത് റെഡ് ലില്ലി പൂവാണ്. ഇത് നമുക്ക് ഒരു വളം ചെയ്യണ്ട, നല്ലോണം പൂക്കൾ നിറഞ്ഞുണ്ടാവണതാ. വെള്ള, റോസ്, റെഡ് അങ്ങനെ പല നിറങ്ങളിലും നമ്മുടെ ലില്ലിപ്പൂവുണ്ട്. ഇപ്പൊ റെഡ് അതിലൊരു പ്രത്യേക ഭംഗി കൊടുക്കുന്നതാ. ഒരു പുതുമഴ പെയ്താൽ മതി, വേനലിനൊക്കെ ഒരു മഴ പെയ്യലോ, അതോട് കൂടിയിട്ട് തന്നെ ഈ ലില്ലിമ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഇതുപോലെ ഒരു സ്റ്റോക്ക് വന്ന് പെട്ടെന്ന് തന്നെ ഇതുപോലെ ഉണ്ടാവും. വെറുതെ ഇങ്ങനെ നിൽക്കുന്ന സമയത്താവും സ്റ്റോക്ക് വന്ന് പെട്ടെന്ന് ഇങ്ങനെ പൂക്കൾ ഉണ്ടാവുന്നത്. പല നിറത്തിലും ഉണ്ട്. ഇപ്പം എൻ്റെ കയ്യിലുള്ളത് റെഡ് ലില്ലിയാണ്. അപ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് ഇത്. ലില്ലിപ്പൂ കണ്ടറിയാം, നല്ല റെഡ് കളറും അതുപോലെ തന്നെ ഇതിൽ സ്റ്റേമെൻസ് ഇതുപോലെ സ്റ്റോക്ക് ഇതിങ്ങനെ ഉണ്ട്. നല്ല ഫീമെയിലും ഉണ്ട്, മെയിൽ ഫ്ലവറും ഉണ്ട്. അപ്പോൾ ഇതുപോലെയാണ് ഇതിൻ്റെ ഫ്ലവറിൻ്റെ സ്ട്രക്ചർ. ഉള്ളിൽ ലൈറ്റ് ഗ്രീൻ കളറ്, അതുപോലെ തന്നെ ഇവിടെ റെഡ് കളറും. ലില്ലി നമുക്ക് സാധാരണയായിട്ടുണ്ടാവുന്ന ഒരു ഫ്ലവറാണ്. അപ്പോൾ ഇത് നമുക്ക് ചെറിയൊരു വളം കൂടി കൊടുത്തു കഴിഞ്ഞാൽ നിറഞ്ഞ് പൂക്കളുണ്ടാവും. നല്ലൊരു നമ്മുടെ ഗാർഡനിലൊക്കെ ഇങ്ങനെ വെച്ച് പിടിപ്പിക്കില്ലോ, അതുപോലെ ഇതിങ്ങനെ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ പൊട്ടി പൊട്ടി, അതായത് ഇതിൻ്റെ കടയ്ക്കാണ്, ഇത് ഈ ബൾബാണ് ഇതിൻ്റെ ഒരു പ്രൊപ്പഗേഷൻ നടക്കുന്നത്. ഇതിൽ നിന്ന് ഇങ്ങനെ പൊട്ടി പൊട്ടി കുറേ തൈകളുണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ വരിയെ നിന്ന് കഴിഞ്ഞാൽ നിറഞ്ഞ് റെഡ് ഫ്ലവേഴ്സായിട്ട് നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ നമ്മുടെ ഗാർഡനിലൊക്കെ സൈഡ് പിടിപ്പിക്കാനും അതുപോലെ വഴിയൊക്കെ ഇങ്ങനെ രണ്ട് സൈഡിൽ ലില്ലിപ്പൂവൊക്കെ വെച്ചിട്ട് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗി കിട്ടും. ലില്ലിപ്പൂക്കൾ നല്ല വലിപ്പം കൂടാനും ഈ റെഡ് കളറിനൊക്കെ നല്ല ബ്രൈറ്റും അതുപോലെ നല്ല തിളക്കം കിട്ടാൻ വേണ്ടി നമ്മൾ ഒരു മെയിനായിട്ട് കുറച്ച് വളങ്ങൾ ചേർക്കുന്നുണ്ട്. അത് ചേർത്ത് കഴിഞ്ഞാൽ പൂക്കൾക്ക് നല്ല ബ്രൈറ്റ് കളറും അതുപോലെ നല്ല സൈസിലും ഷൈനിങ്ങോട് കൂടിയിട്ടും ഈ ഫ്ലവേഴ്സ് ഉണ്ടാവും. ഇത് എല്ലുപൊടിയാണ്. ഈ എല്ലുപൊടി നമ്മൾ കുറച്ചൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പൂക്കൾ നല്ല വലിപ്പം ഉണ്ടാവുകയും ചെയ്യും, നല്ലോണം കളർഫുള്ളായിട്ട് നിൽക്കുകയും ചെയ്യും. അതായത് റെഡിന് തന്നെ നല്ലൊരു ഭംഗിയും കിട്ടും, നല്ലൊരു ഷൈനിങ്ങും കിട്ടും. NPK വളമാണ്, ഫോസ്ഫറസ് അടങ്ങിയ വളം. അത് നമ്മുടെ ലില്ലിക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു കളർഫുള്ളായിട്ടുള്ള പൂക്കളാണ് കിട്ടുക. അതായത് റെഡ് കളർ തന്നെ നല്ല ഭംഗിയിലുണ്ടാവും. ഈ പൂക്കളൊക്കെ നല്ല വലിപ്പത്തിലും നല്ലോണം എണ്ണവും കൂടും. ലില്ലി പൂക്കളിൽ നല്ല സൺലൈറ്റ് കിട്ടേണ്ട ഒരു ഫ്ലവറാണ്. 5-6 മണിക്കൂറെങ്കിലും നമുക്ക് പൂക്കൾക്ക് നല്ല സൺലൈറ്റ് കിട്ടണം. അപ്പം നല്ലൊരു ഭംഗിയും കിട്ടും, അതുപോലെ നല്ലോണം പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. 15 ദിവസം കൂടുമ്പോൾ നമ്മൾ ഇതുപോലെ ഈ കുറച്ച് വളം ചേർത്ത് കൊടുത്താൽ മതി, നല്ല റിസൾട്ട് കിട്ടും. ഒരു വളം ചേർക്കാണ്ട് തന്നെ ലില്ലിമ നിറവ് പൂക്കളുണ്ടാവും. പക്ഷേ ഈ ഒരു വളം കൂടി ചേർത്ത് കഴിഞ്ഞാൽ പൂക്കൾ നിറഞ്ഞുണ്ടാവും. വെള്ളം അധികം കെട്ടി നിൽക്കരുത്. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അങ്ങനെ കെട്ടി നിൽക്കുന്നു കഴിഞ്ഞാൽ നമ്മുടെ ലില്ലി ചെടി ചീഞ്ഞു പോവും. കിഴങ്ങ് വെച്ചിട്ടാണല്ലോ നമ്മൾ പ്രൊപ്പഗേഷൻ നടത്തണം. അപ്പോൾ ആ കിഴങ്ങിൽ വെള്ളം കെട്ടി നിന്നാൽ പെട്ടെന്ന് ചീഞ്ഞു പോകും. അപ്പോൾ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല, പെട്ടെന്ന് വാർന്നു പോകണം. അതുപോലെ തന്നെ നല്ല സൺലൈറ്റും വേണം. ഇതിപ്പോൾ ഞങ്ങൾ ഇതുവരെ പറഞ്ഞത് കെമിക്കലായിട്ടുള്ള ഫെർട്ടിലൈസർ. ഇനി നമുക്ക് അത് ഉപയോഗിക്കാണ്ട് നമ്മൾ വീട്ടിൽ തന്നെ ഒരു സ്പെഷ്യൽ ടോണിക് പോലെ ഒരു വളം ഉണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ ലില്ലിപ്പൂക്കളിൽ പുറത്തൊന്നും വളം വാങ്ങണ്ട, നമുക്ക് നല്ല പൂക്കളുണ്ടാവും. ആ ഒരു വളം എന്തെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന പഴത്തൊലിയും അതുപോലെ തന്നെ കറ്റാർവാഴ കൂടി മിക്സ് അടിച്ചുള്ള ജ്യൂസാണ്. അപ്പം നമ്മൾക്ക് വീട്ടിലുള്ള ഫെർട്ടിലൈസർ ഏതാണെന്ന് വെച്ചാൽ ഒരു കറ്റാർവാഴയുടെ തണ്ടെടുക്കുക, ഒരു ചെറിയൊരു തണ്ടെടുക്കുക, അതുപോലെ പഴത്തിൻ്റെ തൊലിയും, അത് രണ്ടും കൂടി മിക്സ് അടിച്ച് ഒരു ഗ്ലാസ്സിലെടുത്ത് അത് ഇരട്ടി വെള്ളം ഒഴിച്ച് നമ്മുടെ ലില്ലി ചെടികൾക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പൂക്കളും നല്ല വലിപ്പത്തിലുണ്ടാവും, അതുപോലെ തന്നെ നല്ല ബ്രൈറ്റ് കളറിലുള്ള പൂക്കളാവും ചെയ്യും. ഈ ഒരു വളമാണ് നമ്മൾ കറ്റാർവാഴയും അതുപോലെ തന്നെ പഴത്തൊലിയും കൂടി മിക്സിയിൽ അടിച്ചത്. അത് നമുക്കൊന്ന് നമ്മുടെ ഡൈല്യൂട്ട് ചെയ്തിട്ട് എടുക്കുക. അതായത് ഇത് ഇരട്ടി വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ലില്ലിയുടെ കടയ്ക്കൊന്ന് 2 ആഴ്ച കൂടുമ്പോൾ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല പൂക്കളുണ്ടാവും, നല്ല റിസൾട്ട് കിട്ടും. ഇതുപോലെ റെഡൊക്കെ നല്ല ഭംഗിയിലുണ്ടാവും. കുറേ സ്റ്റോക്ക് വന്ന് നിറച്ച് പൂക്കളുണ്ടാവും. ഇത് നല്ലൊരു ടോണിക്കാണിത്. നമുക്ക് 1 രൂപ പോലും ചിലവില്ലാണ്ട് വീട്ടിൽ തന്നെ ഈ ഒരു ടോണിക്ക് നമുക്ക് ഉണ്ടാക്കാം. 5-6 മണിക്കൂറെങ്കിലും നല്ല സൺലൈറ്റും കിട്ടണം. അതുപോലെ ഇതുപോലെ ചെറിയ ചെറിയ വളവും ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ലില്ലി നിറഞ്ഞ് പൂക്കളുണ്ടാവും. കുറേ സ്റ്റോക്ക് വന്ന് നിറച്ച് പൂക്കളുണ്ടാവും ചെയ്യും.